ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. നമ്മൾ നോക്കാൻ പോകുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയിലെ നമ്പർ സിസ്റ്റം, ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്പർ സിസ്റ്റം. എന്താണ് നമ്പർ സിസ്റ്റം? കേട്ടിട്ടുണ്ടോ നമ്പർ സിസ്റ്റം എന്താണെന്ന്? ദ നമ്പർ സിസ്റ്റം ഈസ് എ വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സിനെ പലതരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. It defines a set of rules and symbols to express numerical values. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസിനെ എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് സെറ്റ് ഓഫ് റൂൾസ്, ഒരു കൂട്ടം നിയമങ്ങളും സിംബൽസും എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സിംബൽസ് ടു എക്സ്പ്രസ് ന്യൂമറിക്കൽ വാല്യൂസ്. There are four main types of number systems used in computing. നമ്മുടെ കമ്പ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള നമ്പർ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്പർ 1 ഡെസിമൽ നമ്പർ സിസ്റ്റം, നമ്പർ 2 ബൈനറി നമ്പർ സിസ്റ്റം, നമ്പർ 3 ഒക്ടൽ നമ്പർ സിസ്റ്റം, നമ്പർ 4 ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഇത്രയും നമ്പർ സിസ്റ്റംസ് ആണ് സാധാരണഗതിയിൽ കമ്പ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഓരോ നമ്പർ സിസ്റ്റവും എന്താണ്, അതിനകത്ത് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ബേസ് 10 നമ്പർ സിസ്റ്റം കേട്ടോ. ബേസ് 10 നമ്പർ സിസ്റ്റവും ഡെസിമൽ നമ്പർ സിസ്റ്റവും സെയിം തന്നെയാണ്. ബേസ് 10 നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. കാരണം ഈ ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് മൊത്തം 10 ഡിജിറ്റുകളാണുള്ളത് കേട്ടോ. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 10 ഡിജിറ്റുകളാണുള്ളത്. 10 ഡിജിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളാണ്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളാണ്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ബാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എത്ര വലിയ നമ്പേഴ്സ് ആയാലും ഇതെല്ലാം 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. നമ്മുടെ റിയൽ ലൈഫിൽ, നമ്മുടെ എവറിഡേ ലൈഫ് അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള കണക്കുകൂട്ടലുകൾക്കും മറ്റു തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ കണക്ക് കൂട്ടുമല്ലോ. ഈ കണക്ക് കൂട്ടലുകൾക്കും മറ്റ് അർത്ഥമെറ്റിക്കൽ ഓപ്പറേഷൻസിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് കേട്ടോ. സാധാരണ ആവശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പറയുക അത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഇവിടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ഓരോ ഡിജിറ്റിനും ഒരു പൊസിഷൻ ഉണ്ടല്ലേ. ഓരോ ഡിജിറ്റും ഒരു പൊസിഷൻ ഉണ്ട്. അവയെല്ലാം എന്തായിരിക്കും? 10ൻ്റെ പവറായിരിക്കും. 10ൻ്റെ പവറായിരിക്കും ഓരോ നമ്പേഴ്സിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. 245, 78, 1024, ഇതെല്ലാം ഡെസിമൽ നമ്പേഴ്സ് ആണ് കേട്ടോ. ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ നമ്പറുകളും, ഒരു ഡെസിമൽ നമ്പറിനകത്ത് വരുന്ന ഓരോ നമ്പറുകളും 10ൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ എക്സാമ്പിളിൽ 245 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ പറഞ്ഞിട്ടുണ്ട്. 245 ഇത് നമുക്ക് എങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 245 മൊത്തം എത്ര ഡിജിറ്റ്സാണ് ഉള്ളത്? 3 ഡിജിറ്റുകളാണുള്ളത് അല്ലേ. 2, 4, 5. ഈ 5ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാ? 0 ആണ്. 4ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ്. 2ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, 2ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 2 ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. 5ൻ്റെ പൊസിഷൻ 0ഉം 4ൻ്റെ പൊസിഷൻ 1ഉം 2ൻ്റെ പൊസിഷൻ 2ഉമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതണം? റൈറ്റ് ടു ലെഫ്റ്റ് ഫാഷനിൽ വേണം ഓരോ നമ്പറിൻ്റെയും പൊസിഷൻ എഴുതുവാനായിട്ട് കേട്ടോ. ദെൻ നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2ൻ്റെ പവർ ആണെന്നല്ലേ, 10ൻ്റെ പവർ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അതായത് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 10ൻ്റെ പവർ ആയിരിക്കും. സോ 2 × 10 raised to 2. 10 raised to 2. അപ്പോൾ ഈ 2ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 അല്ലേ. സോ നമ്മൾ 10 raised to 2 എന്ന് എഴുതും. പ്ലസ് 4 × 10 raised to 1. കാരണം എന്താണ്? ഇവിടെ 10 raised to 1 വരാൻ കാരണം 4ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് അടുത്തത് എന്താണ്?
5 ഇൻറ്റു 10 എത്രയായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, എത്രയാ? യെസ്, 0. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻറ്റു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 100 പ്ലസ് 4 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 40 തന്നെയാണ്. പ്ലസ് 5 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അത് 1 ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്രയാ? 200 ആണ്. പ്ലസ് 40 പ്ലസ് 5. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 245 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ നമ്പറിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് 10ൻ്റെ പവറാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ബേസ് 10 വരുന്ന നമ്പർ സിസ്റ്റത്തിനാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. 10 ഡിജിറ്റ്സ് ആണ് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് കാണാൻ സാധിക്കുക. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ഉള്ളത് എന്നറിയുക. നമ്മുടെ എവരിഡേ ലൈഫിൽ അല്ലെങ്കിൽ നോർമലി കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് കേട്ടോ. സോ ഇത് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമുക്ക് മെല്ലെ അടുത്ത നമ്പർ സിസ്റ്റത്തിലേക്ക് കടക്കാം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് 2 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് 2 നമ്പർ സിസ്റ്റം എന്ന് പറയും കേട്ടോ. ബൈനറി നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് ബേസ് 2 നമ്പർ സിസ്റ്റം. ഇവിടെ 2 ഡിജിറ്റ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബൈനറി നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് 2 ഡിജിറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണ്? 0യും 1 കേട്ടോ. 0യും 1 മാത്രമേ ബൈനറി നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് പ്രധാനമായിട്ടും യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. കമ്പ്യൂട്ടറുകളിലും ഡിജിറ്റൽ സർക്യൂട്ടുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ടും 2 സ്റ്റേറ്റുകളെ അണ്ടർസ്റ്റാൻഡ് അതല്ലെങ്കിൽ മനസ്സിലാവുകയുള്ളൂ കേട്ടോ. കമ്പ്യൂട്ടേഴ്സിന് പ്രധാനമായിട്ടും 2 സ്റ്റേറ്റുകളെ മനസ്സിലാവുകയുള്ളൂ. ഏതൊക്കെയാണ്? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സ്റ്റേറ്റും അതുപോലെ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ സ്റ്റേറ്റുമാണ്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിങ്ങിനും അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജിനും ഒക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ബൈനറി നമ്പേഴ്സ് ആണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അറിയുക, ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് 0യും 1ഉം വെച്ച് മാത്രം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് എന്ന് എന്ത് ചെയ്യുക? അറിയുക കേട്ടോ. അപ്പോൾ ബൈനറി നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കോമ്പിനേഷൻ ഓഫ് 1സും 0സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈനറി നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് 8 വരുന്ന നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ബേസ് 8 വരുന്ന നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അതായത് ഇതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ബേസ് 8 നമ്പർ സിസ്റ്റം. ബേസ് 8 നമ്പർ സിസ്റ്റം എന്ന് പറയാം. ദെൻ ഇവിടെ 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 7ന് മുകളിലുള്ള ഡിജിറ്റ്സ് ഒന്നും നമ്മൾ ഈ ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ബേസ് 8 നമ്പർ സിസ്റ്റത്തിനകത്ത് 0, 1, 2, 3, 4, 5, 6, 7 ഇത്രയും ഡിജിറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്സിൽ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? 17, 25, 64 ഇതെല്ലാം ബേസ് 8 നമ്പർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഇവിടെ ഓരോ നമ്പേഴ്സിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് 8ൻ്റെ പവറുകളായിരിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. 8ൻ്റെ പവറുകളായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. സോ വാട്ട് ഈസ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് 8 വരുന്ന നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. എത്ര ഡിജിറ്റ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്? 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. 7ന് മുകളിലുള്ള 2 ഡിജിറ്റുകൾ എന്ത് ചെയ്യാറില്ല? ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇത് ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് എന്നും അറിയുക. ഓക്കെ, അപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. 2 കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. ഈ ഒക്ടൽ നമ്പർ സിസ്റ്റം മറ്റ് ചില സ്ഥലങ്ങളിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യുണിക്സ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതിനകത്ത് ഫയൽ പെർമിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടും ഒക്ടൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ടല്ലോ,
ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ചില ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒക്ടൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മെല്ലെ അടുത്ത നമ്പർ സിസ്റ്റത്തിലേക്ക് ചെല്ലാം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 16 വരുന്ന നമ്പർ സിസ്റ്റത്തിനെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. ഇതിനെ ബേസ് 16 നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ. ഇതിൽ ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് മൊത്തം 16 ഡിജിറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 16 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെയുള്ള സാധാരണ ന്യൂമറിക്കൽ ഡിജിറ്റും എ മുതൽ എഫ് വരെയുള്ള ആൽഫബറ്റിക് ക്യാരക്ടേഴ്സുമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 മുതൽ 9 വരെയുള്ള സാധാരണ ന്യൂമറിക് നമ്പേഴ്സും എ മുതൽ എഫ് വരെയുള്ള ആൽഫബറ്റിക് ക്യാരക്ടേഴ്സും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 11, സീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 12, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14, എഫ് എന്തായിരിക്കും 15 കേട്ടോ. അപ്പോൾ എ മുതൽ എഫ് വരെയുള്ള ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10 മുതൽ 15 വരെയുള്ള ന്യൂമറിക്കൽ നമ്പേഴ്സിനെയാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 16 വരുന്ന നമ്പേഴ്സിനെയാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് 16 നമ്പർ സിസ്റ്റം എന്നും പറയുന്നു. ഇവിടെ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളും എ മുതൽ എഫ് വരെയുള്ള ആൽഫാബറ്റിക് ക്യാരക്ടേഴ്സുമാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കോമൺലി യൂസ്ഡ് ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് മെമ്മറി അഡ്രസ്സിംഗ്. അപ്പോൾ പ്രോഗ്രാമിംഗ് പർപ്പസസിനും മെമ്മറി അഡ്രസ്സിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് കേട്ടോ. മറ്റൊന്ന് രണ്ട് ആപ്ലിക്കേഷൻസും കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ HTML CSS ഒക്കെ പ്രോഗ്രാം ചെയ്യുമല്ലോ, വെബ് പേജ് ഡിസൈൻ ചെയ്യുമല്ലോ. വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് വെബ് പേജസിൻ്റെ കളറിനെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. HTML-ലും കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിലും ഒക്കെ വെബ് പേജിൻ്റെ കളർ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ IP അഡ്രസ് വെർഷൻ 6 ഉണ്ടല്ലോ, IPv6, അവിടെയും ഹെക്സാഡെസിമൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു IP അഡ്രസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് 1A 2F 3B എന്നൊക്കെ പറയുന്നത് കേട്ടോ. 1A 2F 3B, അതായത് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സും ന്യൂമറിക്കൽ ക്യാരക്ടേഴ്സും ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു ഹെക്സാഡെസിമൽ നമ്പർ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമ്മൾ 4 തരത്തിലുള്ള നമ്പർ സിസ്റ്റം പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? ഡെസിമൽ നമ്പർ സിസ്റ്റം പഠിച്ചു. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 10 വരുന്ന നമ്പർ സിസ്റ്റം ആണ് അല്ലേ. ഓരോ ഡിജിറ്റിൻ്റെയും എന്താണ് പൊസിഷൻ എന്ന് പറയുന്നത് 10ന്റെ പവർ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് പഠിച്ചു? ബൈനറി നമ്പർ സിസ്റ്റം പഠിച്ചു. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഡിജിറ്റ്സ് മാത്രമേ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണ് പറഞ്ഞേ? 0യും 1ഉം മാത്രമേ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അവിടെ എന്താണ്, ഓരോ നമ്പറിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് പവർ ഓഫ് 2 ആണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസ് 8 വരുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം പഠിച്ചു. ബേസ് 16 വരുന്ന നമ്പർ സിസ്റ്റമാണ് എന്നും നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി അല്ലേ. ദെൻ ഇനി നമുക്ക് ഓരോ നമ്പർ സിസ്റ്റത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ചില കൺവേർഷൻ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്പർ സിസ്റ്റം കൺവേർഷൻ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ടേബിൾ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ 2 ഡിജിറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, 0യും 1ഉം. അതിൻ്റെ എക്സാമ്പിളാണ് 1011 എന്ന് പറയുന്നത്. ദെൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ 57. ദെൻ ഡെസിമൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിലോ ബേസ് 10 ആണ്. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ 245. ഹെക്സാഡെസിമൽ നമ്പർ എടുക്കുകയാണെങ്കിലോ ബേസ് വന്ന് 16 ആണ്. 0 മുതൽ 9 വരെയുള്ള ന്യൂമറിക്കൽ ഡിജിറ്റുകളും എ മുതൽ എഫ് വരെയുള്ള ആൽഫബറ്റിക് ക്യാരക്ടേഴ്സുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 1A3 എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്പർ സിസ്റ്റം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് ആവർത്തിച്ച് ചെയ്ത് പഠിക്കുക, എങ്കിൽ മാത്രമേ അത് ബൈ ഹാർട്ട് ആവുകയുള്ളൂ കേട്ടോ. ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ബൈനറി നമ്പേഴ്സൊക്കെ ആണെങ്കിൽ തിരിഞ്ഞു പോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തിരിഞ്ഞു പോകരുത്, നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക.
അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്കിനി നേരെ കൺവേർഷൻ പ്രോബ്ലംസിലേക്ക് ചെല്ലാം. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ് കേട്ടോ. അതായത് 25 എന്ന് പറയുന്ന സാധാരണ ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് ബൈനറി നമ്പറായിട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 25 എന്ന് പറയുന്ന ഒരു സാധാരണ ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈനറി നമ്പറിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ 25നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 25 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 2 ഉപയോഗിച്ച് 25നെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ഇവിടെ നമുക്ക് 12 2 × 12 എന്ന് പറയുന്നത് 24 ആണല്ലേ. 2 × 12 എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ ഇവിടെ നമുക്ക് റിമൈൻഡർ 1 കിട്ടും, കോഷ്യൻ്റ് 12 കിട്ടും. റിമൈൻഡർ 1 കിട്ടും, കോഷ്യൻ്റ് 12 കിട്ടും. സോ നമുക്ക് കിട്ടുന്ന ഈ ഒരു 12 എന്ന് പറയുന്ന കോഷ്യൻ്റിലെ ഇവിടെ എടുത്ത് എഴുതുക. റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന 1 എന്ത് ചെയ്യുക? ഒരു ഡാഷ് വരച്ച് ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ എഗെയിൻ ഈ 12നെ 2 കൊണ്ട് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് എക്സാക്ട്ലി കിട്ടും അല്ലേ. 2 × 6 നമുക്ക് 12 കിട്ടും. സോ നമുക്ക് 0 റിമൈൻഡർ കിട്ടും. സോ ഈ 6നെ ഇവിടെ എടുത്ത് എഴുതുക. ഈ കിട്ടിയ റിമൈൻഡർ 0നെ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ദെൻ എഗെയിൻ 6നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് 2 × 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. സോ അത് നമ്മളിവിടെ എടുത്ത് എഴുതി. ദെൻ എഗെയിൻ 3നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 1 × 2 2 കിട്ടും അല്ലേ. എക്സാക്ട്ലി 3 നമുക്ക് കിട്ടത്തില്ല. സോ കോഷ്യൻ്റും 1, റിമൈൻഡറും 1. സോ ഇങ്ങനെ എഴുതുക. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെൻ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഒരു ഡയറക്ഷനിൽ ഈ സംഖ്യ എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. ഈ ഒരു ഡയറക്ഷൻ എഴുതുമ്പോഴത്തേക്ക് ആദ്യം എന്താണ്? 1 1 0 0 1. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 11001. അതായത് 25 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11001 എന്ന് പറയുന്ന ആ ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 25ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 11001 ആണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുവാനായിട്ട് സാധിക്കും. പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സോ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത്? ഡിവൈഡ് ദ നമ്പർ ബൈ 2 ആൻഡ് റൈറ്റ് ഡൗൺ ദ റിമൈൻഡേഴ്സ്. നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും അതിൻ്റെ റിമൈൻഡർ എടുത്തെഴുതുകയും ചെയ്തു. ആ റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന വാല്യൂ ആണ് കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് കൺവേർഷനിലേക്ക് ചെല്ലാം. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ ആക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പ്രോബ്ലം എന്ന് പറയുന്നത് 1011 എന്ന് പറയുന്ന ആ ഒരു ബൈനറി നമ്പറിനെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? മൾട്ടിപ്ലൈ ഈച്ച് ഡിജിറ്റ് ബൈ ഇറ്റ്സ് പൊസിഷണൽ വാല്യൂ. ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ പൊസിഷണൽ വാല്യൂ വെച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പവർ ഓഫ് 2 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. 1011 എന്ന് പറയുന്ന ഈ ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പർ ആക്കാം എന്നുള്ളതാണ്. ഈ 1ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഈ 1ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഈ 0യുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഈ 1ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാ? 3 ആണ്. സോ നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ബൈനറി നമ്പറിനെയാണ് ഡെസിമൽ നമ്പർ ആക്കേണ്ടത് അല്ലേ. നമ്മുടെ ബൈനറി നമ്പറിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഡെസിമൽ നമ്പർ ആക്കേണ്ടത്. സോ ഈ 1 നമ്മൾ ആദ്യം ഇവിടെ എടുത്ത് എഴുതി. ഇൻറ്റു 2. ഈ 1ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. സോ 2⁻³ പ്ലസ് 0 × 2⁻² പ്ലസ് 1 × 2⁻1 പ്ലസ് 1 × 2⁻0. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. ദെൻ നമുക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1 × 2⁻3. 2⁻3 എന്ന് പറഞ്ഞാൽ എത്രയാ? 8 ആണ്. പ്ലസ് 0 × 2⁻2 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. പ്ലസ് 1 × 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെയാണ്. പ്ലസ് 1 × 2⁻0. 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 × 1 എന്ന് പറഞ്ഞാൽ 1.
ഈക്വൽ ടു 1 into 8, 8 പ്ലസ് 2 പ്ലസ് 1. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാ? 11 ആണ് കേട്ടോ. 11 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ ആയിരുന്നു 1011 എന്ന് പറയുന്നത്. അപ്പോൾ 1011 എന്ന് പറയുന്ന ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പർ ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എത്രയാ? 11 ആണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബൈനറി നമ്പറിനെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? മൾട്ടിപ്ലൈ ഈച്ച് ഡിജിറ്റ് ബൈ ഇറ്റ്സ് പൊസിഷണൽ വാല്യൂ കേട്ടോ. അതിൻ്റെ പൊസിഷണൽ വാല്യൂ വെച്ച് ഓരോ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. സോ ബൈനറി നമ്പർ ആയതുകൊണ്ട് നമ്മൾ 1 into 2 raised to 3 plus 0 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0 അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പരിശീലിച്ച് നോക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് എങ്ങനെ ഒക്ടൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഒക്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ബേസ് 8 വരുന്ന നമ്പറാണ് ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഒക്ടൽ നമ്പറിൻ്റെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് മാത്രമേ അതിനകത്ത് വരാൻ പാടുള്ളൂ. 7ന് മുകളിലുള്ള ഡിജിറ്റ്സ് 2 വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് 78 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഡിവൈഡ് ദ നമ്പർ ബൈ 8 ആൻഡ് റൈറ്റ് ദ റിമൈൻഡേഴ്സ് കേട്ടോ. അപ്പോൾ ഈ നമ്പറിനെ 78നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും അതിൻ്റെ റിമൈൻഡർ എടുത്ത് എഴുതുവാനും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 78 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് കേട്ടോ. 8 കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 78. സോ നമുക്കിവിടെ 9 കോഷ്യൻറ്റും കിട്ടി, റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? 6 കിട്ടി അല്ലേ? ദെൻ വീണ്ടും 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 9നെ നമുക്ക് എക്സാക്ട്ലി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ 1 into 8, 8 കിട്ടും. അപ്പോൾ കോഷ്യൻറ്റും 1 കിട്ടി, റിമൈൻഡറും 1 കിട്ടി. സോ 1 1 ഈ ഒരു ഡയറക്ഷനിൽ എടുത്തെഴുതുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 116. ഓക്കെ, അപ്പോൾ നമ്മുടെ 78 എന്ന് പറയുന്ന ആ ഒരു ഡെസിമൽ നമ്പറിനെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 116 ആണ്. 116 ആണ് കേട്ടോ. 116. അവിടെ 7 കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ഒന്നും വരുന്നില്ല. സോ കറക്റ്റ് ആൻസർ ആണ് എന്ന് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ലഭിക്കും കേട്ടോ. വളരെ ഈസിയാണ്. നന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ മാത്രം അറിഞ്ഞിരിക്കണം കേട്ടോ. ഡിവൈഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എന്തായാലും 4 ഓപ്ഷൻ കാണുമല്ലോ. അപ്പോൾ ആ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കുമല്ലോ ആൻസർ. സോ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഇല്ല. കൃത്യമായിട്ട് ആൻസർ കിട്ടാൻ തന്നെയാണ് സാധ്യത കേട്ടോ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? ഡിവൈഡ് ദ നമ്പർ ബൈ 8 ആൻഡ് റൈറ്റ് ദ റിമൈൻഡർ. 8 കൊണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയും ലഭിക്കുന്ന റിമൈൻഡർ എടുത്തെഴുതുകയും ചെയ്യുക എന്നുള്ളതാണ്. റിമൈൻഡർ എഴുതുമ്പോഴത്തേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് താഴേന്ന് മുകളിലേക്ക് ഈ ഒരു ഡയറക്ഷനിൽ വേണം നമ്പേഴ്സിന് എന്ത് ചെയ്യാനായിട്ട്? എടുത്ത് എഴുതുവാനായിട്ട് കേട്ടോ. സോ ഇത് വൃത്തിയായിട്ട് പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെക്സാഡെസിമൽ നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനൊരു പ്രോബ്ലം ഉണ്ട്. 1A3. ഈ 1A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. 1A3 എന്ന് പറയുന്ന ഒരു ആൽഫബറ്റിക് ക്യാരക്ടർ കൂടി അവിടെ വന്നിട്ടുണ്ടല്ലേ. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1A3 എടുത്ത് എഴുതുക. 3ൻ്റെ പൊസിഷൻ വന്ന് 0, എയുടെ പൊസിഷൻ വന്നിട്ട് 1, 1ൻ്റെ പൊസിഷൻ വന്നിട്ട് 2 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ 1 into 16, ബേസ് 16 ആണല്ലോ അല്ലേ. 1 into 16 raised to 2 plus എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെയുള്ള സാധാരണ ഡിജിറ്റും എ മുതൽ എഫ് വരെയുള്ള ആൽഫബറ്റിക് ക്യാരക്ടേഴ്സും വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞാൽ 10 ആണ്, ബി എന്ന് പറഞ്ഞാൽ 11 ആണ്, സി എന്ന് പറഞ്ഞാൽ 12, ഡി എന്ന് പറഞ്ഞാൽ 13, ഇ എന്നാൽ 14, എഫ് എന്നാൽ എന്താണ്? 15 ആണ് എന്ന് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ എ ആണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ് കേട്ടോ. സോ 10 into 16 raised to 1 plus
3 ഇൻറ്റു 16⁻0. 3യുടെ പൊസിഷൻ 0 അല്ലേ, അതുകൊണ്ട് 16⁻0. ദെൻ നമുക്ക് നോക്കാം 1 ഇൻറ്റു 16 സ്ക്വയർ. 16 ഇൻറ്റു 16 എത്രയാണെന്ന് ചെയ്ത് നോക്കുക. 16 ഇൻറ്റു 16 6 6 36. 1 ഇൻറ്റു 6 6 9. 1 ഇൻറ്റു 6 6. 1 ഇൻറ്റു 1 1. സോ 6 5. സോ 256. 16 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ആണ്. പ്ലസ് 10 ഇൻറ്റു 16. 16⁻1 എന്ന് പറഞ്ഞാൽ 16 അല്ലേ. സോ 10 ഇൻറ്റു 16 160. പ്ലസ് 3 ഇൻറ്റു 16⁻0. 16⁻0 എന്ന് പറഞ്ഞാൽ എത്രയാ 1 ആണ്. സോ ഇവിടെ 3 കൊടുക്കുക. ഇത് നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം എത്ര ആൻസർ കിട്ടും എന്നുള്ളത്. 256 പ്ലസ് 160 പ്ലസ് 3. 6 3 9. 6 പ്ലസ് 5 11. സോ 419 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ ലഭിക്കും കേട്ടോ. 419. സോ 1A3 എന്ന് പറയുന്ന ഹെക്സാ ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 419 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഹെക്സാ ഡെസിമൽ നമ്പറിനെ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. മനസ്സിലാക്കുക, നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 1 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കാം എന്നാണ്. സോ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് സിലബസിൽ പറയുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ വീക്ക്ലി എക്സാംസ്. ഓരോ ആഴ്ചയിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓരോ ആഴ്ചയിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാംസ് നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻസ് ഉണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ടാവും. എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഈ ലൈവ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റിയോട് ചോദിച്ച് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ എന്താണ്, റെക്കോർഡഡ് ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വരുന്ന സംശയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുവാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. സോ എല്ലാവരും വരിക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മികച്ച റാങ്ക് വാങ്ങുക, സർക്കാർ ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.